കേരളത്തിലെ മലയോര ഗ്രാമങ്ങൾ മരണം വിതയ്ക്കുന്ന വിളനിലങ്ങളായി മാറുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെക്കാളേറെ വന്യജീവി ആക്രമണം നിറഞ്ഞ കാലത്തേക്ക് അവർ മാറി. കാട്ടാനയും കടുവയും കാട്ടുപന്നിയും നിത്യജീവിതത്തിലെ വില്ലന്മാരാണിപ്പോൾ. മലമ്പാമ്പിനോടും മലമ്പനിയോടും മല്ലിട്ട് നാണിവിടകളുടെ സമ്പത്ത് തീർത്ത മലയോര ജനത മരണത്തെ മുഖാമുഖം കാണുന്ന നാളുകളാണ് ഇപ്പോൾ ഉള്ളത്. ലാൽകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മനുഷ്യ ജീവന് വിലയില്ലേ? മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത തരത്തിൽ രാജ്യത്തെ വനവിസ്തൃതി നാൾക്കുനാൾ പെരുകുന്ന ഒരേയൊരിടമാണ് കേരളം. കാടിറങ്ങുന്ന വന്യജീവികൾക്കൊപ്പം നാടിറങ്ങുന്ന മനുഷ്യരുള്ള ഇടം. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കോട്ടപ്പടി എന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 15ലേറെ കുടുംബങ്ങളാണ് സ്വന്തം ഭൂമി വനം വകുപ്പിന് എഴുതി നൽകി പലായനം ചെയ്തത്. വനമേഖലയിൽ വീട് പണിതവരായിരുന്നില്ല അവർ. വന്യജീവികൾ പുരയിടങ്ങളിലേക്ക് എത്തിയതാണ്. കാട്ടുപന്നിയും കാട്ടാനയും കാട്ടുപോത്തും ചുട്ടുപൊള്ളുന്ന വേനലിൽ എന്നോണം ഈ വർഷകാലത്തും ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് ഇതിന് പോൺ വഴി എന്താണെന്നുള്ളത് പറയുന്നത്. ആ പോൺ വഴിക്ക് അനുസരിച്ച് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ ആദ്യം ഫെൻസിങ് മാറ്റിയിട്ട് ട്രെഞ്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ട്രെഞ്ചും സ്വാഭാവികമായിട്ട് വിജയമല്ല. ഇപ്പോൾ എല്ലാവരുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽ ഫെൻസിങ് ആണ്. ഒരു 10 അടി 7 അടി ആണ് നേരത്തെ റെയിൽ ഫെൻസിങ് പല സ്ഥലത്തും ഇട്ടത്. പക്ഷേ 7 അടിക്ക് പകരം ഒരു 10 അടി ഹൈറ്റിലുള്ള റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചാൽ ഒരു പരിധി വരെ ആനയുടെ ശല്യം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ 3,75 ലക്ഷം രൂപയുടെ ഹാങ്ങിങ് ഫെൻസിങ് കിട്ടും. അത് ഫ്ലോപ്പ്. ആ 3,75 ലക്ഷം രൂപ ഫണ്ട് പാസ്സായിട്ടില്ല, അതിനുള്ള റെയിൽ ഫെൻസിങ് ഇടുക. ഫണ്ടില്ല എന്ന് പറയുമ്പോഴും ഇത് കുറച്ച് ഭാഗം ഇട്ട് പോകാനുള്ള ഫണ്ട് ഇവർക്കുണ്ടല്ലോ. ഇപ്പോൾ 3,75 ലക്ഷം രൂപയ്ക്ക് മുഴുവൻ ചെയ്യേണ്ട. ആ ഒരു മെയിൻ പ്രശ്നബാധിത മേഖലയിൽ മാത്രം ഈ റെയിൽ ഫെൻസിങ് ഇട്ട് പോട്ടെ. സോളാർ സംവിധാനവും AI സംവിധാനവും വന്യമൃഗങ്ങളെ തുരത്താൻ കോടികൾ മുടക്കി വനം വകുപ്പ് സ്ഥാപിക്കുന്നുണ്ട്. പലയിടങ്ങളിലും നിർമ്മാണം പാതി വഴിയിലാണ്. വനം വകുപ്പ് ഉയർത്തുന്ന സാങ്കേതിക കാരണങ്ങൾ വന്യജീവികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ ജനതയ്ക്ക് അറിയില്ല. വനാതിർത്തി നിർണ്ണയിക്കുന്ന ഇത്തരം ജണ്ടകളോ വനത്തിന് വല തീർക്കുന്ന ഇത്തരം സോളാർ ഫെൻസിങ്ങുകളോ അത് ജനങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമുള്ളതാണ്. ഇതിനപ്പുറം ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങൾക്കിവിടെ സുരക്ഷിതമായി ജീവിക്കണമെന്ന ഒരു കാട്ടുമൃഗത്തെയും പറഞ്ഞു മനസ്സിലാക്കാൻ ഇന്നാട്ടുകാർക്ക് കഴിയില്ല, അറിയില്ല. ചിന്നക്കനാലിലും കുട്ടമ്പുഴയിലും അതിരപ്പള്ളിയിലും ആറളത്തും നടന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ആർത്തിരമ്പുന്ന പ്രതിഷേധത്തെ തള്ളാനോ കൊള്ളാനോ പരിഹാരം കാണാനോ വനം വകുപ്പിന് കഴിയുന്നുമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 19 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഫണ്ടിന്റെ അപര്യാപ്തത എന്ന ഒറ്റ കാരണത്തിൽ ഇതിനെ നിസാരവൽക്കരിക്കാൻ വനം മന്ത്രിക്ക് കഴിയുമോ? വനം മന്ത്രി ഇന്ന് വന്ന് രാജപാതയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഇപ്പോഴും ഒറ്റമൂലി ഇല്ലാന്ന് പറഞ്ഞു. ഒറ്റമൂലി ഇനിയിപ്പോൾ ഒറ്റമൂലിയൊക്കെ പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഒറ്റമൂലി അല്ലെങ്കിൽ ആ പാക സംസാരമൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത് പഠിക്കാത്തതുകൊണ്ടായിരിക്കും, പുള്ളിക്ക് എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും പുള്ളി കയറിയിട്ടുള്ളൂ. വനം മന്ത്രിയിൽ ഞങ്ങൾക്ക് വളരെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളുടെ ഈ മേഖല അതുപോലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് പുള്ളി മാറ്റം വരുത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. ആരെയും പഴിചാരാനോ പാപഭാരം പേറാനോ അല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ ജീവനും ജീവിതമാർഗത്തിനും വേണ്ടി മലയോരത്ത് മല്ലിടുമ്പോൾ തെല്ലിട നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ എല്ലാം പഴയപടിയാകുമെന്ന പല്ലവിയുണ്ടല്ലോ, ആ തെറ്റ് ഈ നാട്ടിലെ ഭരണവർഗം തിരുത്തണം എന്ന അപേക്ഷയാണ് മുന്നിലേക്ക് വയ്ക്കുന്നത്. ചിന്നക്കനാലിൽ ജീവൻ പൊലിഞ്ഞ മാരിക്ക് ഞങ്ങളുടെ പ്രണാമം. ഇനി വന്യജീവി ആക്രമണത്തിൽ ഇതുപോലെ ഒരു ജീവൻ നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഓരോ തവണയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ. അല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? സമാശ്വാസ തുക ഇനിയും വർദ്ധിപ്പിക്കുമെന്ന മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കാം. അതിനപ്പുറം ഒന്നും ഈ സംവിധാനത്തിന് നമ്മളോട് ചെയ്യാനില്ല, ചെയ്തു തരാൻ പോകുന്നുമില്ല. ലാൽകൃഷ്ണ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.